സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടുണ്ട്. ന്യൂറോ സർജൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പോൾ പറ്റില്ല. മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവർ ഡോക്ടേഴ്സ് പറയും. കോൺഷ്യസ് ആണോ ഇപ്പോൾ? ഇടയ്ക്ക് കോൺഷ്യസ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അവർ ന്യൂറോ സർജൻ വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മുറിവുണ്ട്, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതെന്താണ്, ഇന്റേണൽ ആണോ അതോ പുറത്തുള്ളതാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഉണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്. ഇപ്പം ന്യൂറോ സർജൻ എത്തിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അത്ര കാര്യങ്ങളെ അറിയുള്ളൂ. ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുകയായിരുന്നു. അതെ. കോൺഷ്യസ് ആയിരുന്നോ? ഇടയ്ക്ക് കോൺഷ്യസ് ആയി എന്നുള്ളതാണ് അറിഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും. അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. CT സ്കാൻ എടുത്ത് കഴിഞ്ഞോ ഇപ്പോൾ അകത്ത്? CT സ്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ന്യൂറോ സർജൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാലേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും അത്രേ കാര്യങ്ങളെ പറയാൻ കഴിയുന്നുള്ളൂ. അത് സ്വാഭാവികമാണ്. കാര്യം അപകടമുണ്ടായ ആദ്യ മണിക്കൂറുകളാണ്. അപ്പോൾ സ്വാഭാവിക ഡോക്ടർമാരാണ് അതിൽ ഫസ്റ്റ് കോൾ എടുക്കേണ്ടത്. അവരുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഒരു കാര്യം സ്ഥിരീകരിക്കാം. വെന്റിലേറ്റർ സപ്പോർട്ട് കാര്യങ്ങൾ വെന്റിലേറ്ററിൻ്റെ സഹായമുണ്ട് ഉമാ തോമസിന്. അത് ഈ പരിക്ക് ഗുരുതരമാകുമ്പോൾ ഒരു അഡീഷണൽ എയ്ഡ് എന്ന നിലയ്ക്ക് ചെയ്യുന്നതാണോ അതോ എന്താണ് ആ വെന്റിലേഷൻ കൊടുക്കേണ്ട അവസ്ഥ എന്നതിനെക്കുറിച്ച് ഡോക്ടർമാർ പറയുമ്പോൾ മാത്രമേ നമുക്ക് എന്തായാലും കൃത്യമായി വ്യക്തമാവുകയുള്ളൂ. CT സ്കാൻ നടന്നുകൊണ്ടിരിക്കുന്നു. CT സ്കാൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് ഇത് ഇന്റേണൽ പരിക്കാണ്, ഇഞ്ചുറി ഇന്റേണൽ ആണോ അതോ പുറത്തുള്ള മുറിവ് മാത്രമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് ഇന്റേണൽ ഇഞ്ചുറി ആണോ എന്നൊക്കെ കാര്യങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഉണ്ടായത് വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കരുത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഈ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു 10 അടിയിൽ 10-15 അടി ഏറെ ഉയരത്തിലുള്ള ആദ്യ നിലയിലാണ് ഈ പറഞ്ഞ VIP ഗാലറി ഒരുക്കിയിരുന്നത്. പരിപാടിക്കെത്തിയ MLA താഴത്ത് നടന്നു കയറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. VIP ഗാലറി ഭാഗത്ത് എത്തിയ ഉടനെയാണ് സംഭവം ഉണ്ടാവുന്നത്. ഉദ്ഘാടകനായ മന്ത്രിയെ കണ്ടു. അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് നടന്നു നീങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിത വീഴ്ച എന്ന് പറയുന്നത്. കൈവരിക്ക് അടുത്ത് വെച്ചാണ് എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് അത് കുറച്ചുകൂടി വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ഈ സുരക്ഷയുടെ ഭാഗമായി ഗാലറിയും താഴേക്കുള്ള ഭാഗത്തൊരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശക്തമായ വീഴ്ചയായിരുന്നു. ഉറപ്പായും വലിയ ആഘാതമുണ്ടാക്കുന്ന അതിശക്തമായ വീഴ്ചയാണ് ഉണ്ടായത്. അടിച്ചു തന്നെയാണ് താഴെ വീഴുന്നത്. അതുകൊണ്ട് മുഖത്തും ചെവിക്ക് പിന്നിലൊക്കെ നല്ല പരിക്കുണ്ട്. നല്ല ചോര പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് അടുത്തുള്ള റെനേം മെഡിസിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ MLA അധികം താമസമില്ലാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ പെട്ടെന്ന് ചികിത്സ നൽകുന്നു. CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാഥമികമായി നൽകേണ്ട പ്രാഥമിക ചികിത്സകളൊക്കെ ഇതിനോടകം തന്നെ MLAക്ക് നൽകിക്കഴിഞ്ഞു. ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കോൺഷ്യസ് അല്ലായിരുന്നു എന്നാണ് ബൈജു കൊട്ടരക്കര അടക്കമുള്ള അവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ ദീപ്തി മേരി വർഗീസ് ഒക്കെ പറയുന്നത് ഇടയ്ക്കൊന്ന് ബോധം വന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ എന്ന കാര്യം ഇപ്പോൾ അറിയില്ല. ഡോക്ടർമാർ തന്നെ പറയണം. PRO അടക്കമുള്ളവർ കൂടുതൽ ആരോഗ്യവിവരത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, സ്ഥിരീകരിക്കുന്നില്ല. അത് ഡോക്ടർമാർ തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ഉണ്ടായത് വലിയ അപകടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ MLA എന്നത് മാത്രമാണ് ആഗ്രഹം, എന്നത് മാത്രമാണ് പ്രാർത്ഥന. അമൽ സുരേന്ദ്രൻ ചെയ്യുകയാണ്. അമൽ, അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. MLAക്ക് നൽകാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി മാക്സിമം ചികിത്സ ഇപ്പോൾ നൽകുന്നില്ലേ അമൽ? ഹാഷ്മി, ഈ ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും ജില്ലയിലെ ഏറ്റവും സമുന്നതയായിട്ടുള്ള നേതാവാണ് ഉമാ തോമസ്. അപ്പോൾ ഉമാ തോമസിന് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഈ പാലാരിവട്ടത്തെ ഈ ആശുപത്രിയിലേക്ക്, റെനേ മെഡിസിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഉമാ തോമസിന്റെ ചികിത്സയിൽ നമുക്ക് അപാകത പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചത് തന്നെ എന്താണെന്ന് വെച്ചാൽ അപകട സംഭവം നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും ദൂരം കുറവുള്ള ആശുപത്രിയായിരുന്നു റെനേ മെഡിസിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഉമാ തോമസിനെ എത്തിച്ചത്. ഇപ്പോൾ വിദഗ്ധരായിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും ഉമാ തോമസിനെ പരിചരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആശുപത്രിയിലുണ്ട്. ഉമാ തോമസിന്റെ പരിക്ക് തലയ്ക്കായതിനാൽ തന്നെ ന്യൂറോ സർജൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഉമാ തോമസിന്റെ പരിക്ക് പരിശോധിക്കുകയാണ്. അല്ലെങ്കിൽ ഉമാ തോമസിന് സംഭവിച്ച അപകടത്തിന്റെ ആഘാതം മനസ്സിലാക്കുകയാണ്. ചികിത്സാ രീതികൾ ഏതെങ്കിലും രീതിയിലായിരിക്കണം എന്ന് വിലയിരുത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ CT സ്കാൻ നടക്കുകയായിരുന്നു. CT സ്കാൻ നടക്കുമ്പോൾ ആ സമയത്താണ് ദീപ്തി മേരി വർഗീസിനെ പോലുള്ളവർ ഉമാ തോമസിന്റെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ
ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഉമാ തോമസിനെ കാണുന്ന സമയത്ത് ഉമാ തോമസിന് ബോധമുണ്ടായിരുന്നില്ല. പിന്നീട് ഇടയ്ക്ക് ഉമാ തോമസ് കോൺഷ്യസ് ആയി. അതിനുശേഷം വീണ്ടും ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറയാൻ സാധിക്കുകയില്ല. CT സ്കാനിന് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം CT സ്കാനിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ ഈ കലൂരിലെ സ്റ്റേഡിയത്തിൽ വെച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ അതിന്റെ ഒരു അതിഥിയായിട്ട് സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ എത്തിയ ഉമാ തോമസ് കാല് തെറ്റി അറിയാതെ ഈ ഒരു 20 അടി പൊക്കത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇതേ തുടർന്നാണ് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉമാ തോമസിന്റെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതേ തുടർന്നാണ് ഉമാ തോമസിനെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഉടനടി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് ഉമാ തോമസിന്റെ നില. ആരോഗ്യനില സ്റ്റേബിൾ ആണോ എന്ന കാര്യം, ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്നൊരു ആശ്വാസ വാർത്ത കേരളത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഹാഷ്മി, എന്തായാലും അത്തരത്തിലുള്ള ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം CT സ്കാനിന്റെ റിപ്പോർട്ടുകൾ ഏത് തരത്തിലായിരിക്കും വരുന്നത് എന്നതിനെ ആശ്രയിച്ച് മാത്രമേ അത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഉമാ തോമസിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സ്ഥിതി പ്രാഥമികമായിട്ടുള്ള ഈ പരിക്ക് മൂലമുണ്ടായിട്ടുള്ള അവർക്ക് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അതിനപ്പുറം ഈ തൃക്കാക്കരയുടെ പ്രിയപ്പെട്ട MLAക്ക് അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഏതായാലും ഉമാ തോമസിന്റെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു, അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. മറിച്ചാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഹാഷ്മി. ഓക്കെ, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CT സ്കാനാണ്. CT സ്കാൻ കഴിയുമ്പോഴാണ് സ്വാഭാവിക ആന്തരിക രക്തസ്രാവം ഉണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുകയുള്ളൂ, അറിവുണ്ടാവുകയുള്ളൂ. അതിനുശേഷമാണ് ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് MLA ഉമാ തോമസിന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വീഴ്ചയാണ്, സങ്കടകരമാണത്, അങ്ങേയറ്റത്തെ വലിയ വീഴ്ചയാണ്, ഒഴിവാക്കേണ്ട അപകടമാണത്. അതെന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രിമ്മിലാണ്. ഇത്തരത്തിൽ കണ്ടാൽ പേടിയാവുന്ന പോലെ കുത്തനെ, സാധാരണഗതിയിൽ അവിടെ സ്റ്റേജ് കിട്ടുന്നത് അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല, ഇങ്ങനെ കുത്തനെ ഉള്ള കണ്ടാൽ പേടിയാവുന്ന പോലുള്ള ആഴത്തിലാണ് സ്റ്റേജ് കെട്ടി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അവിടെ കെട്ടുന്ന അങ്ങനെയാണോ എന്ന കാര്യമൊക്കെ ഇനി വരും മണിക്കൂറുകളാണ് വ്യക്തമാകുന്നത്. വല്ല സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും ഉണ്ടായ അപകടം അത് അതിശക്തമായ അപകടമാണ്. ഉമാ തോമസിന് നല്ല പരിക്കുണ്ട്. പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്ന് ആഗ്രഹിക്കാനുള്ളൂ, പ്രാർത്ഥിക്കാൻ.